ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വലിയ സ്നേഹം എന്നിലും നിങ്ങളിലും ധാരാളമായിട്ട് നിറയാൻ ഈ പുതിയ ദിവസം, പുതിയ പ്രഭാതം ഉതകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ മനോഹരമായ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സിബി വർഗീസ്. പ്രിയ സ്നേഹിതരെ, ഇന്ന് നാം പുതിയൊരു വചനം പഠിക്കുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ 10 തീയതി വരെ പഠിച്ച വചനങ്ങൾ ഇന്നലെ നാം വീണ്ടും ആവർത്തിച്ചു. അത് വീണ്ടും ഒന്ന് പഠിക്കാനായിട്ട്, കേൾക്കുവാനായിട്ട് അത് ഉപകരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം പഠിക്കുന്ന വചനം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 8-ാം അധ്യായം 28-ാം വാക്യം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. The letter of Saint Paul to the Romans, chapter 8, verse 28. അതിങ്ങനെയാണ് പറയുക: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. We know that in everything God works for good for those who love Him, who are called according to His purpose. എല്ലാം നന്മയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റുന്ന ഒരു ദൈവം, മറ്റാരിലും കാണാത്ത ഒരു പ്രത്യേകത. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയായിട്ട് മാറും. അത് നാം ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ്. When we love Him, when we love God, everything turns into good. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നാം ദൈവത്തെ സ്നേഹിക്കാൻ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആൻഡ് സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വി ഹാവ് ടു ലവ് ഗാഡ്. വേറെ ഒന്നിനെയല്ല. എന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ളതെല്ലാം ദാനമല്ലേ? നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നിട്ടുള്ളതെല്ലാം അത് ദാനമാണ്. നമ്മുടെ ആരുടെയും കഴിവുകൊണ്ട് നേടിയെടുത്തതല്ല. ദൈവമാണ് സകലതും നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ കുടുംബമായിക്കോട്ടെ, നമ്മുടെ ജീവിതമായിക്കോട്ടെ, നമ്മുടെ ജോലിയായിക്കോട്ടെ, നമ്മുടെ മക്കളായിക്കോട്ടെ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്? ആ ദൈവത്തെ സ്നേഹിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതം മനോഹരമാക്കി മാറ്റും. നിങ്ങളുടെ ഈ ദിവസത്തിൻ്റെ ആരംഭ സമയത്ത്, എൻ്റെ ദൈവമേ, അങ്ങയിൽ ആശ്രയിക്കാൻ, അങ്ങയെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് ഈ ദിവസം ആരംഭിച്ച് ഇറ്റ് ബിക്കംസ് വെരി ഗുഡ് ഫോർ യു. ഈ ദിവസം അത് വളരെ മനോഹരമാക്കി മാറ്റും.